കണ്ണൂരിൽ അഡ്വക്കേറ്റ് പി ഇന്ദിര മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 36 വോട്ടുകളാണ് ഇന്ദിരയ്ക്ക് ലഭിച്ചത്. നിഖിൽ അളവൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, എന്തായാലും പ്രതീക്ഷിച്ചതാണ് ഇത്തരത്തിലുള്ള വോട്ട് നില. എങ്ങനെയാണ് നിലവിലുള്ള എല്ലാവരും തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തിയോ? എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശം? രുചീഷ്, തീർച്ചയായും കണ്ണൂർ കോർപ്പറേഷന്റെ മേയറായി അഡ്വക്കേറ്റ് പി ഇന്ദിര തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 36 വോട്ടുകൾ, അതായത് കോർപ്പറേഷനിലാകെ ഉള്ളതിൽ 36 വോട്ടുകളാണ് ബിജെപിയുടെ അർച്ചന വണ്ടിച്ചാൽ 4 വോട്ടുകൾ നേടി. SDP കൗൺസിലർ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തില്ല. കണ്ണൂർ ജില്ലാ കളക്ടർ അദ്ദേഹം ഭരണാധികാരിയായാണ് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നത്. ഏതായാലും ശരി, നിഖിലിന്റെ ശബ്ദ സംപ്രേഷണത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇന്ദിരയ്ക്ക് 36 വോട്ടുകളാണ് UDFന്റെ ഇന്ദിരയ്ക്ക് ലഭിച്ചത്. LDFന്റെ ഭാഗമായി ലഭിച്ച വോട്ടുകൾ, LDFന് ലഭിച്ച വോട്ടുകൾ 15 വോട്ടുകളാണ്. ഒരു SDPI അംഗം വോട്ട് ചെയ്തില്ല. മറ്റ് 4 വോട്ടുകൾ BJP സ്ഥാനാർത്ഥി അർച്ചന വണ്ടിച്ചാലിന് 4 വോട്ടുകൾ ലഭിച്ചു. SDPI കൗൺസിലർ സമീറ വിട്ടുനിൽക്കുകയും ചെയ്തു. LDFിലെ VK പ്രകാശിനിക്ക് 15 വോട്ടുകൾ ലഭിച്ചു. ഇന്ദിരയ്ക്ക് 36 വോട്ടുകൾ ലഭിച്ചു. ഇന്ദിര കണ്ണൂരിന്റെ മേയറായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. നിഖിൽ തുടരുന്നു. നിഖിൽ, തുടരാം. എന്തായാലും കണ്ണൂരിൽ UDF പ്രതീക്ഷിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ അവർക്ക് ഉണ്ടായിരുന്ന ആ ഭരണം നിലനിർത്താൻ സാധിച്ചു. മികച്ച രീതിയിൽ തന്നെ നിലനിർത്താൻ സാധിച്ചു. ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കണ്ണൂരിലെ അധികാരം അവർക്ക് കരുത്ത് നൽകുകയും ചെയ്യും. കണ്ണൂരിൽ അഡ്വക്കേറ്റ് പി ഇന്ദിര മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 36 വോട്ടുകളാണ് ഇന്ദിരയ്ക്ക് ലഭിച്ചത്. നേരത്തെ ഒരു ഇടവേളയിൽ LDF ഭരിച്ചിരുന്നെങ്കിൽ കൂടി പിന്നീട് തിരിച്ചു വന്നതാണ് UDF. എന്തായാലും ശക്തമായ മത്സരമാണ് ഇത്തവണ UDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. അതിനുശേഷം ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കൃത്യമായി അവരുടെ വോട്ടുകൾ സമാഹരിക്കാൻ UDFന് സാധിച്ചു. മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ദിര മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. LDFും ഇത്തവണ മത്സരത്തിന് തയ്യാറായിരുന്നു. മത്സരത്തിന് വന്ന പ്രകാശിനിക്ക് ലഭിച്ച വോട്ടുകൾ 15ആണ്. BJPക്ക് 4 വോട്ടുകൾ ലഭിച്ചു. SDPI അംഗവും ഉണ്ടായിരുന്നു. പക്ഷേ SDPI അംഗം വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറായില്ല. വോട്ടെടുപ്പിൽ നിന്ന് SDPI അംഗമായ സമീറ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു.